നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു. സൈഫുന്നിസ അലിയാരുണ്ട്. സൈഫുന്നിസ, ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ അത്തരം ചിത്രങ്ങളൊക്കെ മോഹൻലാലിനോടൊപ്പം കണ്ടിട്ടുണ്ടായിരുന്നു. അന്ത്യം എപ്പോഴായിരുന്നു? മറ്റ് കാര്യങ്ങൾ എന്തെല്ലാമാണ് കൂട്ടിച്ചേർക്കാൻ കഴിയുക? മുൻപ് മോഹൻലാലിന്റെ എളമക്കരയിലെ വീട്ടിൽ വെച്ചാണ് അമ്മ ശാന്തകുമാരി നായരുടെ അന്ത്യം സംഭവിച്ചത്. 90 വയസ്സായിരുന്നു. ഏറെക്കാലമായി അസുഖബാധിതയായി ഇവർ ചികിത്സയിലായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി പ്രത്യേക പരിചരണവും ഒക്കെ മോഹൻലാൽ ഒരുക്കുകയും ചെയ്തിരുന്നു. എളമക്കരയിലെ വീട്ടിലായിരുന്നു മോഹൻലാല് മിക്ക സമയങ്ങളിലും താമസിച്ചിരുന്നത് അമ്മയുടെ ചികിത്സാർത്ഥം. ഈ എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു ഈ മോഹൻലാലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ പോലും അമ്മയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ അവിടെയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുക്കാറുമുള്ളത്. ഏറെ നാളായി അമ്മ അസുഖബാധിതയെ ചികിത്സയിലായിരുന്നു. ഏറ്റവും ഒടുവിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ പോലും മോഹൻലാൽ പുരസ്കാര പ്രഖ്യാപനം നേരെ അമ്മയുടെ അടുത്തേക്കായിരുന്നു. അമ്മയ്ക്ക് മനസ്സിലായി, താൻ അമ്മയോട് പറഞ്ഞു. അമ്മയോട് താൻ പറയുന്നതാണ് അമ്മയ്ക്ക് മനസ്സിലാകുന്നത്, അമ്മ തിരിച്ചു പറയുന്നത് തനിക്ക് മനസ്സിലാകുമെന്നൊക്കെ അന്ന് സംസാരിച്ചപ്പോൾ മോഹൻലാൽ പറയുകയും ചെയ്തിരുന്നു. അമ്മ ശാന്തകുമാരിയുമായി മോഹൻലാൽ ഏറെ അടുത്ത ബന്ധമായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ ചികിത്സയിലായിരുന്നു ശാന്തകുമാരി. പക്ഷേ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ എവിടെയാണെങ്കിലും എത്തുന്ന മോഹൻലാൽ അമ്മയുടെ അരികിൽ എത്താറാണ് പതിവുള്ളത്. അങ്ങനെയാണ് എല്ലാ തവണയും ഉണ്ടായിരുന്നത്. എന്തായാലും അമ്മ ശാന്തകുമാരിയുടെ മരണം അല്പസമയം മുൻപ് എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥനും സഹോദരൻ പ്യാരിലാലും നേരത്തെ തന്നെ മരിച്ചതാണ്. അമ്മ ശാന്തകുമാരിയായിരുന്നു മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത ഒരു സിനിമയിലടക്കം അദ്ദേഹത്തിന് ഏറ്റവും പ്രചോദനമായി നിന്നിരുന്ന ആൾ കൂടി ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അല്പസമയം മുൻപ് വയസ്സുള്ള ശാന്തകുമാരി എന്ന മോഹൻലാലിന്റെ അമ്മയുടെ. തീർച്ചയായും സൈഫുന്നിസ, പലപ്പോഴും മോഹൻലാലിന്റെ അഭിമുഖങ്ങളിലൊക്കെ ഈ അമ്മയെപ്പറ്റി പലപ്പോഴും പറയുകയും അമ്മ നൽകിയിരിക്കുന്ന പിന്തുണയെക്കുറിച്ചൊക്കെ മോഹൻലാൽ വാചാലനാകുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു മഹാനായ നടനെ സമ്മാനിച്ച ഒരു അമ്മ കൂടിയാണ് വിട വാങ്ങിയിരിക്കുന്നത്. എത്രത്തോളം അമ്മ മോഹൻലാലിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന വലിയ അഭിനയ യാത്രയിൽ എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് ആണ് സൈഫുന്നിസ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ യാത്ര ഒന്ന് അടുത്ത് അറിയുകയാണെങ്കിൽ എങ്ങനെയാണത്? മോഹൻലാലിന്റെ സിനിമ ജീവിതം തുടങ്ങുന്നത് അറിയാം. തിരുവനന്തപുരത്താണ്. അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് തന്നെയായിരുന്നു ചിത്രീകരണം നടത്തിയിരുന്നത്. തിരക്കഥ പറയുന്ന സിനിമയിൽ സിനിമയിൽ ഉടനീളമാണ് സിനിമയുടെ നിർമ്മാണം അടക്കം എല്ലാം തന്നെ ഫണ്ട് ചെയ്യുന്നതെല്ലാം തന്നെ ഇവരുടെ വീട്ടുകാർ തന്നെയായിരുന്നു. ഇപ്പോൾ സുരേഷ് കുമാറിനെ ആണെങ്കിലും മോഹൻലാലിനെയൊക്കെ ആണെങ്കിലും വീട്ടുകാർ തന്നെയായിരുന്നു. അവരുടെ അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി കൂടെ നിന്ന് എല്ലാ സഹായവും ചെയ്ത് എല്ലാ സഹകരണവും നൽകിക്കൊടുക്കുന്ന അമ്മയായിരുന്നു എന്നെ സംബന്ധിച്ചോളം കുമാരി. അവരുടെ തീർച്ചയായും സൈഫുന്നിസ, അഭിനയ ജീവിതത്തിൽ ഒരുപാടധികം പിന്തുണ നൽകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു അമ്മയാണ് വിട വാങ്ങിയിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പായിരുന്നു അന്ത്യം. അടുത്ത കാലത്തായി മോഹൻലാൽ പലപ്പോഴായി അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ടായിരുന്നു. അതിൽ വളരെയധികം വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളെ തുടർന്ന് അങ്ങനെ കഴിയുന്ന അമ്മയെക്കുറിച്ച് പലപ്പോഴായി മോഹൻലാൽ പറയുകയുണ്ടായി. എന്താണെങ്കിലും വലിയൊരു അഭിനയ പ്രതിഭയെ മലയാളത്തിന് സമ്മാനിച്ച അമ്മയാണ് ശാന്തകുമാരി അമ്മ. 90 വയസ്സായിരുന്നു. എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു ഏറെ നാളായി. ഇപ്പോൾ ഒടുവിലായി സൈഫുന്നിസ പറഞ്ഞു വെച്ചതുപോലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമൊക്കെ കിട്ടിയ സന്ദർഭത്തിൽ അത് വന്ന് അമ്മയോട് പങ്കുവെക്കുകയും എല്ലാ വിജയങ്ങളിലും അത് അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അത് ആഘോഷിക്കുന്നത് മലയാളികൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ നോക്കുമ്പോൾ മോഹൻലാലിന്റെ അമ്മ എന്നുള്ള തരത്തിൽ അത് ഓരോ മലയാളിക്കും സുപരിചിതയായിട്ടുള്ള ഒരു അമ്മയാണ്. സിനിമകളിൽ പലപ്പോഴായി മോഹൻലാലിന്റെ അമ്മമാർ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അത്രത്തോളം മനസ്സിൽ പതിഞ്ഞ അമ്മയായിരുന്നു ശാന്തകുമാരി അമ്മ എന്നുള്ളത് കൂടിയാണ്. സൈഫുന്നിസ അലിയാർ തുടരുന്നുണ്ട്. സൈഫുന്നിസ, നമ്മൾ പറഞ്ഞു വരികയായിരുന്നു മോഹൻലാലിന്റെ ആ അഭിനയ ജീവിതത്തിലടക്കം അമ്മ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതടക്കം അത് വ്യക്തി ജീവിതത്തിലും കരിയറിലുമൊക്കെ വലിയ രീതിയിൽ മോഹൻലാലിന് പിന്തുണ നൽകിയിട്ടുള്ള ഒരു അമ്മ. അങ്ങനെയല്ലേ കടന്നു പോകുന്നത്?
മോഹൻലാലിന്റെ അമ്മ എന്ന് നമ്മൾ പറയുമ്പോൾ ഓരോ മലയാളികൾക്കും മോഹൻലാലിനെ അറിയുന്നത് പോലെ അമ്മയെ അറിയാം. കാരണം മോഹൻലാലിന്റെ ഏതൊരു അഭിമുഖത്തിനാണെങ്കിലും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഏറെ വാചാലനാകുന്ന ആളാണ് മോഹൻലാൽ. ഒരു അമ്മക്കുട്ടി തന്നെയാണ് മോഹൻലാൽ എന്ന് മോഹൻലാലിന്റെ ആരാധകർക്കും അല്ലാത്തവർക്കും എല്ലാം നന്നായി അറിയുന്നതാണ്. മകനെ കുറിച്ച് പറയാം, അമ്മയ്ക്കും ഒരുപാട് താല്പര്യമായിരുന്നു. പണ്ടുള്ള പഴയ ഇന്റർവ്യൂകളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും മോഹൻലാലിന്റെ ചെറുപ്പത്തെക്കുറിച്ചും സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ചൊക്കെ പറയാൻ അമ്മയ്ക്ക് ഒരുപാട് സ്നേഹത്തോടെയാണ് ഓർമ്മകൾ ഉള്ളത് തന്നെ. ലാലു എന്നായിരുന്നു മോഹൻലാലിനെ അമ്മ വിളിക്കുകയും ചെയ്യുന്നത്. ഏതവസ്ഥയിലും മോഹൻലാലിന്റെ സിനിമകളിലെ അത്രയേറെ ഇഷ്ടപ്പെടുകയും മകനെ ഒരു സിനിമയിൽ ആരെങ്കിലും അടിക്കുന്നത് പോലും കണ്ടാൽ അത്രത്തോളം നെഞ്ചു നേറുകയും ചെയ്യുന്ന ഒരു അമ്മയായിരുന്നു ശാന്തകുമാരി. നേരത്തെ പഴയൊരു അഭിമുഖത്തിൽ ശാന്തകുമാരി തന്നെ പറഞ്ഞിട്ടുണ്ട്, വാനപ്രസ്ഥം ഷൂട്ടിങ്ങിന് തന്റെ മകൻ ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് ഒരിക്കൽ ഈ അമ്മ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് മോഹൻലാലിന്റെ അമ്മ എന്ന് പറയുമ്പോൾ ഓൺ സ്ക്രീനിൽ നമുക്ക് പൊന്നമ്മ കവിയൂർ പൊന്നമ്മയെ നമുക്ക് ഓർമ്മ വരുമായിരുന്നു. അതുപോലെ തന്നെ അതേ രൂപഭാവങ്ങളോടെയുള്ള ഒരു അമ്മ തന്നെയായിരുന്നു ശാന്തകുമാരിയും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മോഹൻലാലിന്റെ അമ്മ തന്നെയല്ലേ ഈ അഭിനയിക്കുന്നതെന്ന് ചിലപ്പോഴെങ്കിലും ഈ കവിയൂർ പൊന്നമ്മയെ കാണുമ്പോൾ തോന്നുമായിരുന്നു. അതുപോലെ തന്നെയാണ് മോഹൻലാലുമായിട്ടുള്ള അവരുടെ ഒരു ആത്മബന്ധം എന്ന് പറയുന്നതും. ഏറ്റവും ഒടുവിൽ പോലും ഈ ന്യൂറോളജിക്കൽ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ ചികിത്സാർത്ഥമാണ് എളമക്കരയിലേക്ക് വീട് മാറുകയും അവിടെ അമ്മയ്ക്കൊപ്പം താമസിക്കുകയൊക്കെ ചെയ്തിരുന്നത്. കാരണം തൊട്ടടുത്ത് അമൃത ആശുപത്രി ഉണ്ടായിരുന്നു, അവിടുത്തെ ചികിത്സയിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. അമ്മയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഈ അടുത്തിടെ മോഹൻലാൽ മനസ്സ് തുറക്കുകയൊക്കെ ചെയ്തിരുന്നു. വാർദ്ധക്യ സഹജമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അമ്മയ്ക്ക് സംസാരിക്കാനാകുന്നില്ല എന്നുള്ളതൊക്കെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. ന്യൂറോ വിഷയങ്ങൾ കാരണം അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. സംസാരിക്കാനാകാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഈ ന്യൂറോ ഡോക്ടർമാരായിരുന്നു അവരുടെ ഒരു പിന്തുണ കൊണ്ടും അതൊക്കെ കാരണമാണ് ഈ അടുത്തിടെ അമ്മ സംസാരിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അമ്മ സംസാരിക്കുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെ തന്നെ മോഹൻലാൽ അടുത്തിടെ ഈ ചികിത്സ നൽകിയ ഡോക്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അമ്മയുടെ അടുത്ത് പോകുമ്പോഴൊക്കെ അമ്മ സംസാരിക്കുന്നു, ചെറിയ രീതിയിലെങ്കിലും സംസാരിക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെ മോഹൻലാൽ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് മോഹൻലാലുമായി ഏറ്റവും ആത്മബന്ധമുള്ള ഒരാളാണ് വിട പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. കാരണം മലയാളികൾക്ക് മോഹൻലാലിനെ അറിയാവുന്നത് തന്നെയാണ് മോഹൻലാലിന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് വിട പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി. ഈ മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥനാണെങ്കിലും അമ്മ ശാന്തകുമാരി ആണെങ്കിലും മകന്റെ ഈ അഭിനയത്തിനും അഭിനിവേശത്തിനും ഒക്കെ ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളായിരുന്നു. ഒരിക്കൽ പോലും അതിനൊരു തടസ്സം പറയുകയൊന്നും ചെയ്യാതെ എപ്പോഴും അവർക്കൊപ്പം നിന്നിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് പിന്നീട് മോഹൻലാൽ ഒരു സാമൂഹിക സേവന രംഗത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ പോലും വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന, അതായത് അച്ഛന്റെ പേരിൽ നിന്ന് വിശ്വവും അമ്മയുടെ പേരിൽ നിന്ന് ശാന്തിയും എടുത്ത് വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന മോഹൻലാലിന്റെ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുകയും ആ ഫൗണ്ടേഷനിലൂടെ ഒരുപാട് പേർക്ക് സഹായങ്ങൾ നൽകുകയൊക്കെ ചെയ്തത്. അതായത് അച്ഛനും അമ്മയും തന്നോടൊപ്പം തന്നെ എല്ലാവരും ഏറ്റെടുക്കേണ്ട രണ്ട് പേരുകളാണ് എന്ന് ആഗ്രഹിച്ചത് കൊണ്ടും തീരുമാനിച്ചത് കൊണ്ടുമാണ് മോഹൻലാൽ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ തന്നെ രൂപീകരിച്ചതെന്ന് പിന്നീട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളെ മോഹൻലാലിന് നഷ്ടമായിരിക്കുന്നു. മോഹൻലാലിന്റെ സിനിമകളെ, മോഹൻലാൽ എന്ന വ്യക്തിയെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു അമ്മയാണ് വിട പറഞ്ഞിരിക്കുന്നത്. എളമക്കരയിലെ വീട്ടിൽ ആയിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്ട്രോക്ക് വന്നതിനെ തുടർന്നാണ് മോഹൻലാലിന്റെ അമ്മയുടെ ആരോഗ്യനില വലിയ രീതിയിൽ വഷളായത്. അതിനുശേഷം ഈ എളമക്കരയിലെ വീട്ടിലായിരുന്നു. പണ്ടൊക്കെ നല്ല ആരോഗ്യത്തോടെ എല്ലാ കാര്യങ്ങളും, മകൻ സിനിമയിലാണെങ്കിൽ പോലും വളരെ സജീവമായി നാട്ടിലൊക്കെ ഇറങ്ങി നടക്കുകയും ബസ് കയറി ഓരോരുത്തൊക്കെ പോവുകയും ചെയ്യുന്ന ആളായിരുന്നു മോഹൻലാൽ. അമ്മ എന്ന് മോഹൻലാൽ